وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ. ആര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കറാണ് അവന്റെ ളലാലത്തിലാക്കുക ഒരാൾക്കും സാധ്യമില്ല. ആരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ളലാലത്തിലാക്കറാണ് അവന്റെ ഹിദായത്തിലാക്കുകയും ആർക്കും സാധ്യമില്ല. அப்ப ஹிதாயத்து சொல்றது அல்லாஹ்வுடைய இராதத்தில் பட்டதை டிக்கர். നിന്റെ ബലബാൾറെ ആസ്തി നീ എത്ര കൊടുത്തെങ്കും ആ ഹിദായത്ത് നിനക്ക് കിട്ടുക പോണ്ടില്ല. അലൈഹിസ്സലാത്തു വസ്സലാമുറം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമറെ പെഞ്ഞൈമാർക്ക് കിട്ടാത്ത അനുഗ്രഹ അതൈറ്റിക്കറ് ഹിദായത്ത് അതല്ലാഹു നബിമാരുടെ പെഞ്ഞായിക്കും സമയത്ത് കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുറ അബ്ബക്ക് കിട്ടാത്ത അനുഗ്രഹ ഇത്തിക്കറത്. അതേപോലെ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമറോ എല്ലാത്തൊക്കാണ് യാറ പിർസബെച്ചതായോ അബൂ ത്വാലിബ് നബിര മൂത്താബ സ്വന്തം മൂത്താബക്ക് കിട്ടാത്ത അനുഗ്രഹ ഇട്ടിക്കറ് സഹോദരന്മാരെ നങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ആക്കിയിട്ട് നങ്ക് തന്നെ ഈ ഒരു അനുഗ്രഹ ചൊല്ലത് ഗൗരവമായി നങ്ങ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിക്കർ. ഈ സന്മാർഗ കിട്ടുകയിട്ട് 5 വക്ത് നിസ്കാരത്തിൽ അല്ലാഹുവൊട്ടിಗೆ നങ്ങ ദുആർനോ ഇക്റാങ്ങ ഇത്തിക്ര ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ നന്റെ നീ ഹിദായത്തിലാക്ക്, നേരായ പാതയിൽ നീ നന്റെ ആക്കി ചൊന്ത നങ്ങ അല്ലാഹുവൊട്ടിಗೆ ഹിദായത്തുക്ക് വേണ്ടിയിട്ട് തേടിയോ ഇക്റാങ്ങ ഇത്തിക്ര. ഇവിടെ നങ്ങ മനസ്സിലാക്കുകയില്ല ഈ ബെങ്കര ചൊല്ലുടെ ഈ റായത്തിൽ ഇങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹിദായത്ത് തേടുകൊള്ള ഒരു ചാൻസ് എത്തിക്കരുത്. ലോകത്ത് ഞങ്ങളെ ചുറ്റുഭാഗത്തിൽ ഞങ്ങളെ റായത്തിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടാണ്ട് ഷിർക്കിലും ഖുറാഫാത്തിലും ബിദഅത്തിലും അങ്ങനെ ഇസ്ലാം പഠിപ്പാട്ടാത്ത അനാചാരത്തിലും മുങ്ങിട്ട് അങ്ങനെ ഹിദായത്ത് കിട്ടാണ്ട് പോയി എത്ര എത്ര പാവപ്പെട്ട മനുഷ്യന്മാരുള്ളാർ. അങ്കുല്ലേ ഒരു പ്രോഗ്രാം ഇട്ടിക്കറിയത് അള്ളാഹുവിന്റെ ഹിദായത്ത് നമുക്ക് കിട്ടിയത് ചൊല്ലത് ഖുർആനും ഹദീസ് വെച്ചിട്ട് നിങ്ങൾ എതിർന്ന് ഞങ്ങ വെച്ചു തരുമ്പോ ആ ഞങ്ങ ചൊല്ല പൽക്കത്തിൽ തപ്പുണ്ടാ സരിയുണ്ടാ ചൊല്ലത് അന്വേഷിക്കരുത് നിങ്ങളെ കയ്യിലുള്ളത് ഇട്ടിക്കരുത്. ഇവിടെ ഈ എൻ്റെ ശബ്ദം കേട്ടുല്ലേ ഈ ബെങ്കര ചൊല്ലേ ഈ കസബ ചൊല്ല റായത്തെ പാവപ്പെട്ട മനുഷ്യന്മാരെ നിങ്ങൾ ആലോചനാക്കുനായ കുറേ വിഷയത്തിക്കറ് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് നിങ്ങളൊട്ടിಗೆ ചൊല്ലുകില്ലേ. ഇങ്ങനത്തെ പ്രോഗ്രാം വെക്കുമ്പോൾ കുറേ ആൾമാർ ആലോചനാക്കുന്നേ എനിക്ക് വേറെ സ്വറില്ല സലഫിമാർക്ക് അങ്ങനെ ആളുകൾ മുണ്ടതേക്കുക ആവില്ലേ. ഈ ഖബറെ വൈത്തികെട്ടങ്ങളും അതേപോലെ ബാക്കിന്നെ ഈദ് മീലാദാക്രങ്ങൾ അങ്ങാൾതാക്കി വയ്ക്കട്ട് നിങ്ങക്കെന്തരെ നിങ്ങൾ ആളുകൾ ദയിക്കുക ആവില്ലേ. അങ്ങൾത് അങ്ക് നിങ്ങളത് നിങ്ക് ചൊന്തു മുണ്ട ദയിക്കുക ആവില്ലേ ചൊന്തു ബിയറിക്കിற കുറേ ആൾമാരുള്ളാർ. അങ്ങനൊട്ടിಗೆ ഞങ്ങൾക്ക് ചൊല്ലുകില്ല പ്രധാനപ്പെട്ടത് ഈ ഒരു ദൗത്യം ഞങ്ങൾ എടുക്കുകയില്ല. കാരണം എന്തേ ഇങ്ങനത്തെ പ്രോഗ്രാമും അതേപോലെ ശിർക്കറും ബിദാത്തറും ഖുറാഫാത്തറും തടയുകില്ലേ. മൗലൂദരെ അതേപോലെ നബിദിനാഘോഷത്തെല്ലാം തടയുകില്ല. കാരണം എന്തേ പ്രധാനപ്പെട്ട 3 കാരണം ഇത്തിക്കർ. ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ ഹദീസ് മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അളഅഫുൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങളെ കണ്ണിറെതുർലു തപ്പ് കണ്ടാറുണ്ടായെങ്കിൽ അത് നിങ്ങൾ കൈകൊണ്ട് തടയൊറു. അതുക്ക് സാധിക്കില്ലാണ്ടായെങ്കിൽ നാവ് കൊണ്ട് തടയൊറു. അതുക്കും സാധിക്കില്ലാണ്ടായെങ്കിൽ കൽബ് കൊണ്ടെങ്കും വെറുത്തിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കറു. അതേറ്റിക്കറി ഈമാന്റെ ചെറിയ ഭാഗ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടുമ്പോ ഞങ്ങളെ കണ്ണിറെതുർലു കാണ്ട് ഈ തപ്പുറെ കൈകൊണ്ട് എതിർക്കുള്ള സാഹചര്യം ഞങ്ങളെ റായത്തിലില്ലാത്ത സബുലു ഞങ്ങളെ നാവ് കൊണ്ട് നിങ്ങളെ എതിർക്കരുതായിട്ടിക്കറി. ഈ തപ്പ് സമല്ല, ഇത് നിങ്ങാക്കരുത് തപ്പായിട്ടിക്കറ്.
നിങ്ങൾ ഈ ആಚಾರ ഈ വിಚಾರ ഇത് ഇസ്ലാം പഠിപ്പാട്ടದಲ್ಲ ചൊಂತು നിങ്ങൾക്ക് ചൊಂತಂಡೆ ದೌತ್ಯ ನಗಲ ಮೇಲೆ ಉಂಡು ಚೊಲ್ಡೆ ಒಂದು ವಿಷಯ ತಿಕ್ಕರೆ ನಂಗೆ ಮನಸ್ಸಲಾಕುಗುಲ್ಲಿ ವಲ್ತಕುಂ ಮಿನ್ಕುಂ ಉಮ್ಮ ಯದುഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ഉണ്ടാവണം അതേ നല്ലത് വിളിക്കരെ തപ്പറെ തടയിരെ നല്ലത് ചൊന്നു കൊടുക്കറെ ഒരു വിഭാഗം ഉണ്ടാവണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയിക്കറങ്ങ അവരെ ചൊന്ത അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പഠിപ്പാട്ടുമ്പോൾ അതൈട്ടിക്കുന്ന ഒന്നാമത്തെ കാരണ ഈ പ്രോഗ്രാം ബേക്കുള്ള കാരണം രണ്ടാമത്തേത് ദാവൂദ് നബിരം ബായിൽ ബനി ഇസ്രായേൽമാർക്ക് ലഅനത്തിടപ്പെട്ടു എന്തേ കാരണ കാനൂല യതനഹൗന അൻ മുൻകരിൻ ഫഅലൂ അങ്ങനെ കൂട്ടത്തിലുള്ള തപ്പുര അങ്ങ് തടഞ്ഞോ ഇല്ല ಅಂತ ചൊല്ല കാരണ ഇത്തിക്കറ് അതേ സഹോദരന്മാരെ തപ്പു തടഞ്ഞില്ല ಅಂಟಾಂಗ അല്ലാഹുവിന്റെ ലഅനത്തും അല്ലാഹുവിന്റെ അദാബ് ബണ്ട് ചൊല്ല പേടി ഞങ്ങളെ മനസ്സിൽ ഉല്ലസബല ഇട്ടിക്കറ് ഈ ഒരു തപ്പുര തടയിര പ്രോഗ്രാം അതേപോലെ നല്ലത് ചൊന്നു കൊടുക്കുന്ന പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചോ ഇല്ല ചൊല്ല വിഷയ ഞങ്ങൾ നിങ്ങളൊട്ടിಗೆ അരിപ്പാട്ടിയുള്ള അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണ സഹിತ ഞങ്ങൾക്ക് പഠിപ്പാടിದಂತೆ ഈ സമൂഹ ചൊല്ലത് ഒരു കപ്പൽ യാത്രയ്ക്ക് പോലെ രണ്ട് തട്ടുള്ളേ രണ്ട് ഫ്ലോറുള്ള കപ്പൽ യാത്രയ്ക്ക് പോലെ അതേ കീഴുള്ളങ്ക് മേല് പോയിട്ട് തന്നിയെടുക്കണം ആ കീഴുള്ളങ്ങ മേല് പോയിട്ട് തന്നിയെടുക്കുമ്പോൾ അങ്കത് കഷ്ടാവുമ്പത്തുക അങ്ങ് ബിയർക്കിറാറ് ഞങ്ങൾ കടലിലല്ലേ സഞ്ചരിച്ചോ ഇല്ലേ വിശാലമായ തന്നി ഞങ്ങളെ കടലടിൽ ഞങ്ങളെ കടലുണ്ടല്ലേ ഈ കപ്പൽ ഞങ്ങൾ എന്തിന് മേല് പത്തിട്ട് തന്നിയെടുക്കണു ഇതാ ഈ കപ്പൽക്ക് ഒരു വട്ട ഉണ്ടാക്ക ആ വട്ടല് ഞങ്ങൾ തന്നിയെടുക്കാണ്ട് ബിയർച്ചപ്പ മേലുള്ള ആൾമാർ നോക്കി നിണ്ടാറുണ്ടായെങ്കിൽ ആ വട്ടെടുக்கிறങ്ങളെ കൈപിടിച്ചില്ലാണ്ടായെങ്കിൽ ആ കപ്പൽ മുങ്ങിട്ട് മേലുള്ളങ്ങ് മുങ്ങി നശിക്കാറ് അങ്ങനെ സബുൽ മേലുള്ളങ്ങ അങ്ങനെ കൈപിടിക്കണു ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുമ്പോൾ ആ ഒരു സ്വറയിട്ടിക്കറ് സഹോദരന്മാരെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആക്കിയോല്ലേ അതേപോലെ മൂന്നാമത്തേത് ഈ ഒരു പ്രോഗ്രാം ആക്കുക മൂന്നാമത്തെ കാരണം ഫദക്കിർ ഫഇന്ന الذിക്ര തൻഫഉൽ മുഅ്മിനീൻ ചൊല്ലെ അല്ലാഹുവിന്റെ ആയത്തെ ഇട്ടിക്കറ് അതേ നിങ്ങൾ ഓർമാക്കറു നിങ്ങൾ ചൊന്നു കൊടുക്കറു മുഅ്മിനായ ആൾമാർക്ക് അല്ലാഹുവിനെ പേടിക്കുന്ന ഭയഭക്തിയുള്ള ആൾമാർക്ക് അത് ഉപകാരപ്പെടുക ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടി തന്നറ ഒരു പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾ ഇത്രേ ഇത് ചൊല്ലുമ്പോഴത്തേക്കും ദിന അതേ വർഷം പോകുന്നതൊക്കെ യാറ് ഈദ് മീലാദ് ആക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട് ഉണ്ടല്ലെങ്കിൽ നാളെ സമാവിടാറ് ഉണ്ടല്ലെങ്കിൽ നാളെ ഈ ഹിദായത്ത് എടുക്കാറ് ഈ സന്മാർഗത്തങ്ങ ബണ്ടാറ് ചൊല്ല പ്രതീക്ഷ ഉല്ലസബല ഇട്ടിക്കറ് ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തുക ചൊല്ല ഞങ്ങൾ മനസ്സിലാക്കണം അതേ ഫിർഔന്റെ മുട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തുമ്പോൾ ചൊന്തു ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു യഖ്ശാ അതേ ഫിറൗൻ ആറ് അന റബ്ബുകുമുൽ ആല നാണേ ഇത്തിക്കറ എല്ലാ തണ്ടി ബല റബ്ബു ചൊന്ത അഹങ്കാര കാട്ടിയേ ഫിറൗൻ അവൻ്റെ ಅಂಟಿ ಬೆಲೆ ಅಹಂಕಾರ ಕಾಟಿ ಹಂಗ ಬೇರೆ ಯಾರುಲ್ಲಾರ ಅವನೊಟ್ಟಿ ಸಮತೆ ಇದಾಯತ್ ಅವನೊಟ್ಟಿ ಸಮತೆ ದಾವತ್ತಾಕು ಬೋಂಬತ್ತಿಗೂ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಚೊಲ್ಲಂದ್ರೆ ಲಅಲ್ಲಹು ಯತದಕ್ಕರು ಯಖ್ಶಾ ಅವನ ಆಲ್ಚನ ಹಾಕುವ ಅವನ ಅಲ್ಲಾಹ್ರ പേടിക്കുക ചൊന്തുല്ല പ്രതീക്ഷ കൊടുത്തുട്ടൈത്തിക്കറ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുരം ഹാറൂൻ നബിരും അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തരെ അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടു ചൊല്ലത് ആ ഒരു ഭാഗത്തൈത്തിക്കറ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ നടത്തുക ചൊല്ലം ഞങ്ങൾ മനസ്സിലാക്കണം ഈ റായത്തെ പാവപ്പെട്ട മുസ്ലിയാക്കന്മാരുടെ വഞ്ചനൽ മൂനെ എത്ര പാവപ്പെട്ട ആൾമാരുള്ളാർ അല്ലേ ഉസ്താദുമാരെ അങ്ങയിട്ടിക്കറാറ് സമ അങ്ങ ചൊല്ലതൈട്ടിക്കറ് നേര് അങ്ങ ചൊന്നത് അതിനായിട്ട് അപ്പുറത്തെ ദീനില്ല ചൊന്തു ബിയർച്ചിട്ട് അങ്ങനെ ഉസ്താദുമാരെ അന്ധമായിട്ട് അണുകരിക്കുന്ന എത്ര പാവപ്പെട്ടമാരുള്ളാർ ಅಂಕೈಟಿಂಡು ನಾನಿಂಡು ನಿಗಳೆದುರ್ಲು ಪಲ್ಕ ಬರೆಯೋಗು ಉದ್ದೇಶಿಕರ ವಿಷಯ ಅದೇ ಈದ್ ಮೀಲಾದರ ವಿಷಯ ತಿಕ್ಕರು ಇಂಡತೆ ನಂಡ ಟಾಪಿಕ್ ಈದ್ ಮೀಲಾದ್ ಅದರ ಭಯಾನಕತೆ ಎಂದರೆ ಚೊಳ್ಳೆ ವಿಷಯ ತಿಕ್ಕರು ನಂಗೆ ಬಿಡುಂಡು മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗ ആൾമാർ എല്ലാ വർഷം ഈദ് മീലാദ് ആചരണാക്കരുത് റബിയുൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണാക്കരുത് നമുക്ക് കാണാൻ സാധ്യമായിട്ടുണ്ട് അല്ലേ ക്രിസ്ത്യാനിമാർ ഈസാ നബിയെ ഈദ് മീലാദാക്കിയ പോലെ അമുസ്ലിമീങ്ങ
കൃഷ്ണരെ ജന്മാഷ്ടമി ചൊന്തോ കൃഷ്ണരെ ഈദ് മീലാദാക്കിയ പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട് ഒരു വിഭാഗ ആൾമാർ ഞങ്ങൊന്നും കൊറടിയൊന്നും ഇല്ല, ഞങ്ങൾ നിങ്ങളെ അപ്പുറമേ ഉള്ള ചൊന്തു കാട്ടിക്കൊടുക്കൂ. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ജന്മദിനത്തെ ആചരണ ആക്കരുത് ഞങ്ങൾക്ക് കാണുക സാധ്യ ആയിട്ടുണ്ടു. നന്റെ ഈ പൽക്കത്തിൽ രണ്ട് ഭാഗമായിട്ടിക്കറ് നാ വിശദീകരിക്കുക ഉദ്ദേശിക്കറേ. ഒന്നാമത്തേത് ഈദ് മീലാദ് ഇസ്ലാമിൽ ഉള്ളതാ, ഈദ് മീലാദ് ഇസ്ലാം ഞങ്ങൾക്ക് പടിപ്പാടി തന്നറ ഇല്ല ചൊല്ലത് പ്രൂഫ് സഹിത പ്രമാണ സഹിത വെറുതെ ബടായി പൊട്ടുപാട്ടി പോണ്ടല്ല. അഞ്ഞപിഞ്ഞാക്കിട്ട് ഇണ്ട് ഉസ്താദുമാർ കൊറേ ക്ലിപ്പ് കാട്ടിട്ട് അല്ലേ ഇതാ ഇത് മുജാഹിദ് അതിലുള്ള ഡേഞ്ചറസ് എന്തേ അതും വിശദീകരിക്കുക ഇത്തിക്കർ ഉദ്ദേശിക്കറേ. അതെ, ഒന്നാമത്തേത് ഞങ്ങൾക്ക് പെടുണ്ടു. ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തുക്ക് പോണ്ട ഒരു വിഭാഗത്തെ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നു പോയിരേ അല്ലേ. കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തുക്ക് പോണ്ട 6 ചൊന്തു കൃത്യമായിട്ട് പടിപ്പാട്ടിര്. നന്റെ മുന്നಲು സ്പീച്ച് ആക്കിയതായ ഫൈസാൻ ഉസ്താദ് നിങ്ങൾക്കത് വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നേ ഒരു ഹദീസ് എല്ലാ താണ്ടിയാറ പ്രധാനമായിട്ട് ഞങ്ങൾ ആൽച്ചനാക്കണായ ഒരു ഹദീസ് എന്തത് ഞങ്ങൾ ഏതൊരു ഈ ദീനിൽ ഏതൊരു ആചാരാക്കുമ്പോഴത്തേക്കും ആലോചനാക്കണായ ഹദീസ് ഏതത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഇന്നൽ യഹൂദ ഖദ് ഇഫ്തറഖത് അലാ 71 മില്ല. യഹൂദിമാർ 71 വിഭാഗമായിട്ട് തിറാറ്. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിക്ക്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം മാത്രം സ്വർഗത്ത് പോണ്ടെങ്ക. ആ യഹൂദിമാരിൽ ഒരു വിഭാഗം സ്വർഗത്ത് പോണ്ടെങ്ക ആറ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടിപ്പാട്ടി കൊടുത്ത് ദീൻ അനുസരിച്ച് ജീവിച്ചങ്ങ. നസാറാക്കന്മാർ ക്രിസ്ത്യാനിമാർ 72 വിഭാഗമായിട്ട് പോണ്ടാർ. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തുക്ക്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരേ വിഭാഗ ആൾമാർ സ്വർഗത്ത് പോണ്ടങ്ങ. അതാറ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക അനുസരിച്ച് ജീവിച്ചു പോയങ്ങ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ അതേ വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 മില്ല. ഈ ഉമ്മത്ത് 73 ഭാഗമായിട്ട് തിറ്. അതിൽ കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തുക്ക് പോണ്ടങ്ങ. ഇത്തിക്രാറ് ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം മാത്രം സ്വർഗത്തുക്ക് പോണ്ടങ്ങ. അപ്പൊ ഇത് ചൊന്നപ്പ സഹാബിറങ്ങ ആ 72 വിഭാഗം 6 കേട്ടില്ല. പിന്നെ സ്വർഗത്തുക്ക് പോണ്ട വിഭാഗം 6 നബിയെ ചൊന്തങ്ങ കേട്ടപ്പ മൻഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുടെ റസൂലെ ആ സ്വർഗത്തുക്ക് പോണ്ട വിഭാഗം 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പേരല്ല ചൊന്നി, അങ്ങനെ പേര് ചൊന്നല്ല, അങ്ങനെ ടൈറ്റൽ ചൊന്നല്ല. പിന്നെന്തരേ അങ്ങനെ സ്വഭാവ ഇത്തിക്കറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നി. എന്തിനാ അങ്ങനെ സ്വഭാവ? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, നാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിൽ പോണ്ടാറാ ആ മാർഗത്തിൽ പോണ്ടങ്ങ ഇത്തിക്കറാറ് സ്വർഗത്തുക്ക് പോണ്ടങ്ങ ചൊന്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സഹാബിരങ്ങൾക്ക് പടിപ്പാട്ടി കൊടുക്കുറുതു. അതൈറ്റിക്കറ് ഞങ്ങളെ ദീൻ്റെ മാനദണ്ഡ ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിക്കറ്. അതെ, ഇസ്ലാമറോ ഏതൊരു ആചാരാക്കുമ്പത്തും ഏതൊരു ഇബാദത്താക്കുമ്പത്തും ഞങ്ങൾ ആലോചനാക്കണായേ റസൂലുള്ളാഹിയുടെ പൽക്ക ഇതൈറ്റിക്കറ്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, നാനും നന്റെ സഹാബത്ത് ഏതൊരു മാർഗത്തിൽ പോയിടാറാം ആ മാർഗത്തിൽ പോണ്ടങ്ങ ചൊന്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ വിഭാഗം ചൊല്ലുമ്പോ ആ ആചാരാക്കരുത് സഹാബിറങ്ങാക്കിറാറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിറ, താബീറങ്ങാക്കിറ, തബഉ താബീറങ്ങാക്കിറാറ ചൊല്ല ആലോചന ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഞങ്ങളുട്ടി ഉണ്ടാവണു ചൊല്ലത് ഗൗരവപ്പെട്ട ഒരു വിഷയത്തിക്കറ്. അതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊന്തു അൽ ജമാഅത്തു മാ വഫഖ അലൽ ഹഖ്, ജമാഅത്ത് ചൊന്നെങ്ക് ഹക്കിൽ നിക്കറങ്ങൈറ്റിക്കറാർ. വ ഇൻ കുൻത വഹ്ദക്, നീ വർത്തനയായെങ്കും നീ ഒരു ജമാഅത്തായിട്ടിക്കറ. സുബ്ഹാനല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലറേ നീ വർത്തനയായെങ്കും നീ ഒരു ജമാഅത്തായിട്ടിക്കറ, നീ ഹക്കുലുല്ലಂಟಾയെങ്കിൽ. അതെ, നിന്റെ പെറോൾ ആള് ಬೇನುಂಟಿಲ್ಲ, സംഘടന ಬೇನುಂಟಿಲ್ಲ, നിന്റെ സപ്പോർട്ട് ആക്കുക ആൾമാർ ಬೇನುಂಟಿಲ್ಲ, നീ സത്യത്തിലുള്ളേ. മുഹറം ഒലിമ്പോ മുഹറം 10, അതേപോലെ അയ്യാമുൽ ബീൽ എല്ലാ തിങ്ങല്ല 13 പോണാല് പോണഞ്ച് എല്ലാം ക്ലിയർ. ഇസ്ലാമിന്റെ ആചാര ക്ലിയർ.
അപ്പൊ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാല് അഭിപ്രായ വ്യത്യാസ. അതിലെവിടില്ല ഇസ്ലാം അല്ലാത്. ഇസ്ലാം അല്ല കൂട്ടര. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന എപ്പ ഏത് സന്ദർഭ ചൊല്றது അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിക്കറ്. அதுக்கு ചെറിയ ഒരു ഉദാഹരണം ഇബ്നു കസീർ റഹ്മഹുല്ലാ അംഗീകരിക്കുന്ന കൂട്ടൈത്തിക്കറ അറിയാം. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അൽ ബിദായ വൻ നിഹായൽ എത്രമാ അഭിപ്രായം എടുത്തു കൊടുക്കുറു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചരെ റബിഉൽ അവ്വൽ ജണ്ടുക്, അതേപോലെ റബിഉൽ അവ്വൽ 8 ഗಂಟು ചൊന്ന ബറാത്ത് മിനൽ ഖുറൂനി സലാസ, 3 തലമുറയുടെ ഉൽഗത്തെ ഒരു സലഫു സ്വാലിഹിങ്ങും ആചരണാക്കാത്ത ബിദാത്തായെ കാർയത്തിക്കറ്. ആര് ചൊല്റേ? ഇങ്ങ ബെല്ല ഹോജായിട്ട് കാണ്ട് ഇബ്നു ഹജറുൽ ഹൈതമിയായിട്ടിക്കറ് ചൊല്റേ. ഇമാം സഖാവി അന്ന അമലൽ മൗലിദി ഹാദസുൻ ബഅദ ഖുറൂനി സലാസ, അതേ അമലുൽ മൗലൂദ് ആചരണാക്കരുത് അത് 3 തലമുറൽ പിന്നെ ബന്ധതായിട്ടിക്കറ്. അതേപോലെ ഇമാം സുയൂത്തി ഇങ്ങ കോണ്ടാർ ബെല്ലെ ദലീലായിട്ട് ഇമാം സുയൂത്തിരെ കോണ്ടാർ. ഇമാം സുയൂത്തി ചൊന്നിട്ട് ലാസ്റ്റ് ചൊല്ലുറേ ബിദ്അത്തുൻ ഹസന, അതെ അത് നല്ല ബിദാത്തൈട്ടിക്കറ്, സുന്നത്തല്ല നല്ല ഒരു ബിദാത്തൈത്തിക്കറ്. ആര് ചൊല്റേ? ഇമാം സുയൂത്തി ചൊല്റേ. ഇമാം ഫാക്കിഹാനി ചൊല്റേ നോക്കൂ, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബി വലാ സുന്നഹ. മൗലൂദ് ആചരണാക്കൃതിൽ ഖുർആനിലാവട്ടു ഹദീസിലാവട്ടു ഒരു അസ്ലുമുള്ളതായിട്ട് നക്കുപിടില്ല. ഇമാം ഫാക്കിഹാനി ചൊല്റേ അതിൽ ഒരു അസ്ലുള്ളതായിട്ട് നക്കുപിടില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. മുന്നലത്തെ സലഫുമാരുടെ ആലിമാരിൽ നിന്ന് ഇത് ബന്ധതായി അങ്ങനത്തെ ഒരു അമലു ആക്കിയതായി നമുക്ക് കാണുക സാധ്യല്ല. പിന്നെ ചൊല്റേ ബൽ ഹുവ ബിദ്അ, അത് ബിദ്അത്തൈറ്റിക്കറ്. അഹ്ദസു അൽ ബത്താലൂന വശഹ്വത്തി നഫ്സിൻ ഇഗ്തനാ ബിഹൽ അക്കാലൂൻ. ബയർന്നൊർച്ച് തിന്നിറങ്ങ ആചരണാക്കിയതായിട്ടിക്കറ്. ഇത് പുതിയതായിട്ട് ആചരണാക്കിയതായിട്ടിക്കറ്. ഇന്നത്തെ മൗലൂദ് ആചരണ കാണുമ്പോൾ അതേ കാണ്ടി അല്ലേ? ബയർന്നൊർച്ച് തിന്നര്, ബിരിയാണി, പോത്തിറച്ചി, ആ ഇറച്ചി ഈ ഇറച്ചി, അതും സ്വീറ്റ്സും കേക്കും എന്തല്ല അത് തിന്നുകയിട്ടേ ജനിച്ച ആൾമാരുടെ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിട്ടിക്കറ് നമുക്ക് ഇന്നത്തെ മൗലൂദ് ആചരണ കാണാൻ സാധ്യ അവർ. അപ്പൊ ഇങ്ങനെ വാദത്തുക ഇമാമാറും എതിരു ഇങ്ങനെ എത്രമ ഇങ്ങനെ പ്രസിദ്ധീകരണത്തിലെ ഇങ്ങനെ റിസാലലെ ഇങ്ങനെ മാസിക വാരികളെ എത്രമ ഇങ്ങമേ ചൊന്നത് കാണ്ട് എന്തിരെ മൗലൂദുഗു അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തുക്ക് ഒരു അസലില്ല ചൊല്றது എത്രമാ നമുക്ക് കാണാൻ സാധ്യം. പിന്നെ ഒരു ആയത്ത് ഓതുറാർ, ഖുർആന്റെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽഫറഹു. ഖുൽ നബിയെ ചൊല്ലറു ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടിട്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടിട്ടും നിങ്ങ സന്തോഷിക്കുറു ചൊല്ற ആയത്ത്. ഈ ആയത്തിൽ മൗലൂദ് ആചരണാക്കുകൊണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജന്മദിന ആചരണാക്കുകൊണ്ട ആയത്തുണ്ട ഹദീസുണ്ട ಅಂತೆಲ್ಲ കേൾക്കുമ്പോ സദിക്കാണ്ട് ഒരു ആയത്ത് കോന്നതിട്ടിക്കരുത്. അപ്പൊ ഈ ആയത്തിൽ നോക്കുമെന്നേ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും. അപ്പൊ റഹ്മത്ത് ചൊന്നിങ്ങെന്തേ കൊറിയ മുഫസ്സിർമാർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಅಂಟು ചൊന്നറാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊണ്ടിട്ടു നിങ്ങൾ സന്തോഷിക്കറു ഇങ്ങനെ വ്യാഖ്യാന. അത് കഴിഞ്ഞിട്ട് ജന്മദിനാചരണാക്കരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊണ്ടിട്ട് സന്തോഷിക്കറു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജന്മദിനാചരണാക്കരേ എവിടുണ്ടു? ആറ് ചൊന്നിയ തഫ്സീർ, ഏത് മുഫസ്സിർ അങ്ങനെ തഫ്സീർ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധ്യവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഈദ് മീലാദ് കൊണ്ടാടുകയിട്ടിക്കറ് ഈ ആയത്തുല്ലേ ചൊന്തി ഏതെങ്കിലും ഒരു മുഫസ്സിറെ നിങ്ങൾക്ക് പേശയ സമയത്തെ പടിപ്പാട്ടി പോയേ ഇസ്ലാമുക്ക് ഇത്ര വലിയ വിഷയം ഒരു നസ്സില്ല ചൊന്നെങ്കിൽ ഒരു നസ്സില്ല, ഒരു ആയത്തില്ല, ഒരു ഹദീസില്ല. ആയത്ത് കൊമന്നര ഒപ്പാട്ടെ ഇങ്ങനെ ഒപ്പാട്ടെ ഗത്തികേട് വേണ, ഇങ്ങനെ ഒപ്പാട്ടെ ഗത്തികേട് വേണ. അപ്പൊ ഇതിൽ എന്താ മനസ്സിലാവൂ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദ് മീലാദ് ഇസ്ലാം പടിപ്പാട്ടാത്ത കാര്യത്തിക്കറ് ചൊല്ലത് ഗൗരവം. ലാനത്തുണ്ടു, മലക്കുമാരെ ലാനത്തുണ്ടു, മുഅ്മിനീങ്ങളെ ലാനത്തുണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ലാനത്ത് കിട്ടിയ ഒരാളാ നഊദു ബില്ലാഹ് നമുക്ക് അങ്ങനെ ചൊല്ലുക സാധ്യല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൃത്യമായിട്ട് പടിപ്പാട്ടിട്ടേത്തിക്കറ് നമുക്ക് പോയിരേ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം.
അതേപോലെ നാലാമത്തെ ഡേഞ്ചർ എന്തേ, ഇസ്ലാം വൈരുദ്ധ്യ ചൊല്ലുற ദീനുണ്ട് വാദിച്ചോണ്ട പോലെ. അതെ, ഇസ്ലാം വൈരുദ്ധ്യ ചൊല്ലുற ദീന്. കാരണം എന്തേ, നിങ്ങൾ ആലോചനാക്കി നോക്കൂ, ഖുർആനിൽ ആയത്തുണ്ടാ, നബിദിന ആഘോഷിക്കൂ, ഖുർആനിൽ ആയത്തുണ്ടാ, ഹദീസ് ഉണ്ടാ എന്ന് കേൾക്കുമ്പോൾ ചൊല്ലുற എന്തേ, ഇമാമുമാർ ചൊന്നറാറ് എന്ത്ര ചൊന്നറാറ്, ബിദഅത്തുൻ ഹസന ಅಂತ ചൊന്നറാറ്. എങ്ങനെ ആലോചനാക്കണു, ചിന്തനാക്കണു, ഇമാമാർ എന്ത്ര ചൊന്നറേ, ബിദഅത്തുൻ ഹസന ಅಂತ ചൊന്നറാറ്. ആ ഓക്കെ, ബിദഅത്തുൻ ഹസന, നല്ല ബിദഅത്ത്. പിന്നെ ആയത്ത് എന്ത് ഓദ്രി, ആയത്ത് ഓതില്ലേ, കുറേ സന്ദർഭത്തിൽ ആയത്ത് ഓദ്രെ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഖുർആനിൽ ഒരു ആയത്ത് ഉണ്ടെങ്കിൽ പിന്നെ അത് ബിദഅത്ത് ആവറ. ആലോചനാക്കണ്ടേ, ചിന്തനാക്കണ്ടേ. അതെ, അള്ളാഹ് ഒരു ആയത്ത് ഒപ്പാട്ട് പോകുമ്പോൾ മട്ടക്കണ ചോട്ടിയ പോലെ, ഇപ്പുറത്ത് ചോട്ടുമ്പോൾ അപ്പുറത്ത് പോന്തൂರು, അപ്പുറത്ത് ചോട്ടുമ്പോൾ ഇപ്പുറത്ത് പോന്തൂರು, അതേപോലത്തെ വിഷയ അല്ലേ. ബിദഅത്തുൻ ഹസന ചൊല്ലുற ಬೇರೆ, ആയത്ത് ഓതുற ಬೇರೆ. ആയത്ത് ഓതിയും പിന്നെ ബിദഅത്ത് എങ്ങനെ അവിടെ, ബിദഅത്തുൻ ഹസന ഉണ്ടാവുമ്പോൾ പിന്നെ ആയത്ത് എങ്ങനെ നിൽക്കരേ, എന്തിരിത്, ഇതാ ദീന്, വൈരുദ്ധ്യ ചൊല്ലുற ദീനാ ഇസ്ലാം, വൈരുദ്ധ്യ പടിപ്പാട്ടമാ, എന്തിരിത്, ആലോചന ആക്കല്ലേ, തലയിൽ ബുദ്ധി ഇല്ലേ, അത്തരമേ നമുക്ക് കേൾക്കൂല്ലേ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വിഷയത്തിൽ നിർദ്ദേശിക്കുന്നു, അഫല യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. ഖുർആന്റെ വിഷയത്തിൽ ആലോചനാക്കല്ലേ, അല്ലാഹു അല്ലാത്തങ്ങളിൽ നിന്ന് ഇത് അവതീർണായിരുന്നെങ്കിൽ അതിൽ എത്രമാ വൈരുദ്ധ്യ കാണാത്ത. അതേ വൈരുദ്ധ്യ, അല്ലാഹു അല്ലാത്തത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പ അത് വൈരുദ്ധ്യായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപ്പാട്ട് ദീനിൽ വൈരുദ്ധ്യ കാണാൻ സാധ്യമില്ല. ഇങ്ങനെ ബുദ്ധി കൊണ്ട് ആലോചനാക്കുമ്പോൾ അത് വൈരുദ്ധ്യായിട്ട്. അതേറ്റിക്ക് ഗൗരവമായിട്ട് മനസ്സിലാക്കൂല്ലേ. അതേപോലെ അഞ്ചാമത്തെ അപകടം എന്തേ, നബിദിനാചരണാക്കുമ്പോൾ അഞ്ചാമത്തെ അപകട അഹങ്കാര ബണ്ട്, മനസ്സിൽ അഹങ്കാര അല്ലേ, അഹങ്കാര കാട്ടിയവണു. എങ്ങനെ അഹങ്കാര കാട്ടിയ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടിട്ടും നിങ്ങൾ സന്തോഷിക്കൂ. അപ്പൊ റഹ്മത്ത് എന്തേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു ഉണ്ടായിട്ട്. ഈ ആയത്ത് നബിക്ക് അർത്ഥമായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നബിക്ക് അർത്ഥമായിട്ടില്ല. നബിക്ക് ആയത്ത് ഇറങ്ങിയേ നബിക്ക് അർത്ഥമായിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ നബിദിനം ആഘോഷിച്ചിട്ടില്ല. സഹാബിമാർക്ക് അർത്ഥമായിട്ടില്ല, താബീറങ്ങൾക്ക് അർത്ഥമായിട്ടില്ല, തബു താബീറങ്ങൾക്ക് അർത്ഥമായിട്ടില്ല, ഇമാമാർക്ക് അർത്ഥമായിട്ടില്ല, മുഹദ്ദിസ്മാർക്ക് അർത്ഥമായിട്ടില്ല. പിന്നെ ആർക്ക് അർത്ഥായേ, സഖാഫിക്ക് അർത്ഥായി. എന്തൊരു ഗത്തികേടല്ലേ. നബികൈത്തിക്ക് ആയത്ത് ഇറങ്ങിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങൾക്ക് പടിപ്പാടി കൊടുത്തു. സഹാബിറങ്ങ ആറും നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഈ ആയത്ത് അങ്ങ് അർത്ഥമായിട്ടില്ല. പിന്നെ അർത്ഥായ ഇങ്ങക്ക് എന്തൊരു അഹങ്കാര. സഹാബിറങ്ങൾക്ക് അർത്ഥാവത്തത്, താബീറങ്ങൾക്ക് അർത്ഥാവത്തത്, തബു താബീറങ്ങൾക്ക് അർത്ഥാവത്തത്, മുഹദ്ദിസ്മാർക്ക് അർത്ഥാവത്തത്, മുഫസ്സിർമാർക്ക് അർത്ഥാവത്തത് നമുക്ക് അർത്ഥയിരേ. അഹങ്കാരല്ലേ ഇത്, അഹങ്കാരല്ലേ നിങ്ങൾ കാട്ടിയല്ലേ. ഇങ്ങനെ അഹങ്കാര പിടിച്ചിട്ട് പരലോകത്ത് പോയിട്ടായെങ്കിൽ അള്ളാഹുടെ മുട്ട ബച്ചവാവിടാറിട്ട് നിർച്ചിറാറാ. നരകത്ത് കത്തിയൊരു കത്തനായിട്ട് പണ്ട് അത് കഴിഞ്ഞിട്ട് ഗൗരവമായിട്ട് പേടിക്കോറും. ഇത് കുസാല് കലി അല്ല, ദീനിൽ വെച്ചിട്ടുള്ള കലി, ഖുർആൻ വെച്ചിട്ടുള്ള കലി, ഹദീസ് വെച്ചിട്ടുള്ള കലി. ഇത് മക്ക കളിക്കുന്ന പോലെ കലിപ്പാട്ടല്ല ചൊല്ലത്, ഗൗരവമായിട്ട് മനസ്സിലാക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഡേഞ്ചർ ആയിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണാക്കരുത്, ഭയങ്കര വല്ല ഡേഞ്ചർ ആയിട്ടിക്കർ. ആറാമത്തെ ഡേഞ്ചർ എന്തേ, സഹാബിറങ്ങളെക്കാണ് യാറെന്ന് അങ്കുണ്ടു പിർസ, അങ്ങനെ വാദിച്ചങ്ങളെ പോലെ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങളെ പോലെ പിർസ വെച്ചങ്ങാറുള്ളാർ, സഹാബിറങ്ങളെ പോലെ പിർസാക്കിയങ്ങാറുള്ളാർ. സഹോദരന്മാരെ, ജീമത്തുക്ക് ജീമ കൊടുത്തങ്ങായിട്ടിക്കാറ് സഹാബിറങ്ങ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറ്റാക്ക് ആക്കുക പറയുമ്പോൾ, ശത്രുമാർ അറ്റാക്ക് ആക്കുക പറയുമ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എതിർന്ന് നിന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ ബുടുപ്പാട്ടി വെച്ചിട്ട്, നന്റെ തലയോടുണ്ട് അവിടെ മെനിങ്ങ നിക്കറു, നന്റെ കൈക്കാലിയോടുണ്ട് ಅದರ മുട്ട മെനിങ്ങ നിക്കറു. നിങ്ങളെ തടിക്ക് ഒരു ബില്ല് ബാണം തട്ടൊകുത്തീര, നന്റെ തടിക്ക് തട്ടാണ്ടെ, നന്റെ തടിക്ക് കടന്നു പോവാണ്ടെ, നിങ്ങളെ തടിക്ക് ബില്ല് ബാണ തട്ടൊകുത്തീര ചൊന്തു. അങ്ങനെ ചൊന്തു അതിರ എതിർಲು നിന്റെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ശത്രുമാരടിക്കുന്ന ഓരോരു ബില്ല് ബാണം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുടെ തടിരെ അതേ ഓരോരു ഭാഗത്തിലും കൈയും നെഞ്ഞും വയറും അതേപോലെ കാലും എല്ലാ ഓരോരു ഭാഗത്തിലും ബില്ല് ബാണ പൂന്തു. അതേ അർദ്ധ മയ്യത്തായി പാതി മയ്യത്തായി ഒരാളായിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ പൂന്നത് നമുക്ക് ചരിത്രത്തിൽ കാണ്ട്. ആ പിർസ വെച്ച് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അല്ലേ. ഖുബൈബ് റളിയല്ലാഹു അൻഹു
ഹുബൈബ് റളിയല്ലാഹുവിനോട് കൊല്ലുമ്പൊത്തുകു ഹുബൈബ് റളിയല്ലാഹുവിനോട് ഇങ്ങനെ പാസികിടുമ്പൊത്തുകു അബൂ സുഫിയാൻ കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഈ ജാഗ്യല് നബിരെ നിറിച്ചിട്ട് നീ നൗത്തുൽ ദയിക്കരുത്, നീ നിരിച്ചു നോക്കൂ. എന്ത് നല്ല കുസിര സന്തോലത്തെ സന്ദർഭിക്കുന്നത്. അതായത് നബിരെ നീ ഇവിടെ കൊന്നെങ്കിൽ നിന്റെ നങ്ങ ഔത്തുക്ക് വിടുക. ഹുബൈബ് റളിയല്ലാഹു എന്തൊരു ചൊന്നേ, ഈ ജാഗ്യല് നബിരെ നിരിക്കലമാ, നബിരെ കാലുക ഒരു മുള്ളു തറിക്കരുത് സമയത്ത് നക്ക് നിരിക്കോ സാധ്യല്ല. അതിനെ കാണുന്ന മറിക്കരുത് എത്തിക്കർ ഹൈർ അതേ എത്തിക്കർ സഹാബിരങ്ങളെ പിർസ. ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീനത്തിൽ നിന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിൽ പിന്നെ മദീനത്തിൽ നിൽക്കുകയായിട്ടില്ല. കാരണം എന്തേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരു നെൻപു, ഓരോരു സന്ദർഭ, ഓരോരു സാഹചര്യ, ഓരോരു ജാഗ, അത് നെൻപ് ബിലാൽ റളിയല്ലാഹുവിനുടെ ഭയങ്കര ടെൻഷൻ ആക്കി പോയിട്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോണ്ടേ, വേറെ റായത്തുക്ക് പോണ്ടേ. ലാസ്റ്റ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനുടെ കാലഘട്ടത്തിൽ റിട്ടേൺ പണ്ട് ബിലാൽ റളിയല്ലാഹു റിട്ടേൺ വന്നതിൽ പിന്നെ അതേ ബിലാൽ റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നിന്റെ ബാങ്ക് എത്രമാ നാളെത്ത് ഞങ്ങൾ കേൾക്കാണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ കേട്ടത് അതെ ഉണ്ട്. നിന്റെ ബാങ്ക് കേൾക്കുക ഞങ്ങൾക്ക് ആശയം ഉണ്ടു. ബിലാൽ നീ ബാങ്ക് കൊടു ചൊന്ത ഉമർ റളിയല്ലാഹു അൻഹു ചൊന്നപ്പ ബിലാൽ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ചൊന്ന നന്റെ കൊണ്ട് സാധ്യല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ ആട്ടത്തിൽ ലാസ്റ്റ് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കോ ഭർത്താവിടെ. ബാങ്ക് കൊടുക്കോ ഭർത്താവ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ ചൊല്ലുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ എതിർല പണ്ട് നബിരെ നിരിക്കുമ്പോഴത്തേക്ക് തടയുകയില്ല, നബിരെ നിരിക്കുമ്പോഴത്തേക്ക് സഹിക്കുകയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചിട്ട് അബോധാവസ്ഥയിൽ കീലുപൂടതായിട്ടിക്കുന്നത് നമുക്ക് കാണണ്ടേ. എന്തേ കാരണ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര മാത്രം പിർസ വെച്ചിന്നാർ. അങ്ങലക്കാണ് യാറ പിർസ നങ്കുണ്ടുണ്ടാണ് അങ്ങ് ചൊല്ലറേ. അങ്ങാക്കാത്ത നബിദിനാഘോഷ, അങ്ങക്കാട്ടാത്ത നബിയുടെ ജന്മദിനാചരണ നങ്ങാക്കിട്ട് നബിരക്ക അങ്ങലക്കാണ് യാറ പിർസ നങ്കുണ്ടുണ്ടാണ് അങ്ങ് ചൊല്ലറേ. എന്തൊരു കാഫിറായ വാദല്ല ഇത് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരാറ് അങ്ങനെ കീഴായിട്ട് നമുക്ക് കാണാൻ സാധ്യമുണ്ടാ, സഹാബിമാർ ദൂരവും നമുക്ക് സാധ്യമുണ്ടാ. സഹാബിർ അങ്ങലാട്ടി ബെല്ലെ പിർസ നങ്ങാക്കറ ചൊന്തു ചൊല്ലുക സാധ്യമുണ്ട. നമുക്ക് സഹാബിർ അങ്ങനെ ദൂര ഒരു വിഭാഗം ഉണ്ട്, അത് വേറെ. ഏത് ഷിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട് അങ്ങനെ ബന്തു ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാം ഇറങ്ങും. അങ്ങും ദൂരങ്ങുള്ളാർ അല്ലേ. മുആവിയ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു ജണ്ടാലിന്റെ നടുലുണ്ടായ ഒരു ഘർഷണ, അത് മുആവിയ റളിയല്ലാഹു അൻഹു ദൂരത കുഫുറിനെ പൽട്ടിക്കറ് ജമാഅത്തെ ഇസ്ലാം കുലും അതേപോലെ അങ്ങനെ എത്രമാ പ്രസംഗത്തിലും ഞങ്ങൾ കേക്കെടുത്തിക്കറ്. ഇത് ദ്വലാലത്തല്ലാണ്ട് വേറെന്തോ അല്ല. അപ്പോൾ ഏതെങ്കിലും ആ ഭാഗത്തേക്ക് നാ പോണ്ടില്ല, ആ വിഷയമല്ല നണ്ടത്. ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കാണാ വലിയ പിർസ നങ്കില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സഹാബിരങ്ങളെ കാണാ വലിയ പിർസ നങ്കില്ല. അങ്ങയിട്ടിക്കറാർ യാറെ പിർസാക്കി അങ്ങ നബിയുടെ ജന്മദിന ആചരണ. അതേപോലെ ഏഴാമത്തെ അപകടം എന്തേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജന്മദിന ആചരണ ആക്കുമ്പോൾ ഏഴാമത്തെ ഒരു അപകടം എന്തേ, ജൂത ക്രിസ്ത്യാനിമാരെ നിങ്ങൾ അനുകരിച്ച പോലെ, ജൂതന്മാരും ക്രിസ്ത്യാനിമാരും ഫോളോ ആക്കിയ പോലെ. ഇത് ഞാൻ നണ്ട് പൽക്കത്തിൽ ചൊല്ലല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ, ഞങ്ങൾക്ക് താക്കീതാക്കി തന്നെ വിഷയത്തിക്കറ്. ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാ. അതെ, നിങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗ ആൽമാർ ചൊന്നെങ്കിൽ മുസ്ലിമീങ്ങ, നിങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗ ആൽമാർ ജൂത അതേ നിങ്ങളെ മുന്നോലത്തെ ആൽമാരെ ഫോളോ ആക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. എങ്ങനെ ചാണായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗ ആൽമാർ അങ്ങനെ നിങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയ ആൽമാരെ ഫോളോ ആക്കുന്ന ഒരു കാലമുണ്ട്. എങ്ങനെ എത്രത്തോളം ഹത്താ ഇദാ സലകു ജുഹ്റ ദബ്ബിൻ ലസലക്തുമൂഹും, അങ്ങ ഒരു ഒടുമ്പരെ മാല ഒടുമ്പരെ ഒരു പൊത്തുര ഉൽഗത്തിൽ പോയെങ്കും നിങ്ങും അങ്ങനെ ഫോളോ ആക്കിയിട്ട് പൊത്തുര ഉൽഗത്തിൽ പോകണ്ടാർ. അത്രത്തോൽ ഒരു ഒടുമ്പര പൊത്തി എത്ര ശരിക്കും അങ്ങ് അതിൽ നൂൾഡാറുണ്ടായെങ്കിൽ നിങ്ങും അത് ഉൽഗത്തിൽ നൂൾഡാർ. അത്രത്തോൽ നിങ്ങൾ അങ്ങനെ ഫോളോ ആക്കാർ. നബിയെ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചേ? യഹൂദി നസറാക്കന്മാരമാ നിങ്ങൾ ഉദ്ദേശിച്ചേ? യഹൂദി നസറാക്കന്മാരെ അനുകരിക്കുന്ന ഫോളോ ആക്കുന്ന ഒരു കാലം ഈ നബിദിനാചരണ ആക്കിയ പോലെമ്മേ
അതേപോലെ ആ മുസ്ലിമിങ്ങ ജന്മാഷ്ടമി ആക്ര പോലെമ്മേ നിങ്ങൾ ആക്കിയ ഉള്ളതല്ലേ ചൊല്ലത് ആലോചനാക്കൊരു ചിന്തനാക്കൊരു ಅಂಕ ನಿಂಗ ತಸ್ಬೀಹ್ ಅವರಲ್ಲೇ ಅಂಗಾಕ್ಯ ಬೋಲೆ ನಿಂಗ ಆಕ್ರಲ್ಲೇ ಆಲೋಚನೆ ಇದು ಡೇಂಜರ್ ಅಲ್ಲೇ ಮನ್ തശബ്ബഹും ആറ് സാദൃശ്യ അവിടാറ അങ്ങനെ കൂട്ടത്തിൽ പെട്ടങ്ങൈത്തിക്കാർ അപ്പം ഞങ്ങ ജൂത ക്രിസ്ത്യാനിമാരായിട്ട് ഞങ്ങൾ മറിച്ചു പോണ അതല്ല മുസ്ലിമായിട്ട് മറിച്ചു പോണ ആലോചന ആക്കുനായതേറ്റിക്ക് അത് കഴിഞ്ഞിട്ട് സഹോദരന്മാരെ ഞങ്ങ ഈ എല്ലാ ഡേഞ്ചറായി ഈ എല്ലാ ഭയാനകത്തരം മനസ്സിലാക്കിയിട്ട് നബിദിനാചരണയിൽ നിന്ന് ബുട്ടു നിൽക്കണു പാവപ്പെട്ട സഹോദരന്മാര് നിങ്ങളെ ഉസ്താദുമാർ നിങ്ങളെ മങ്കാക്കരല്ലാണ്ട് വേറെന്തോ അല്ല അങ്ങനെ കയ്യിൽ ഒരു ദലീലില്ല ഒരു പ്രൂഫില്ല നന്റെ ഈ പൽക്കത്തിൽ പ്രമാണ വെച്ചിട്ട് നിങ്ങളെ തുറന്ന ആ പൽക്ക പറഞ്ഞേ പ്രമാണ ആറൊട്ടിയുള്ളേ പ്രൂഫ് ആറൊട്ടിയുള്ളേ ചൊന്ത ആലോചന ആക്കിയിട്ട് യഥാർത്ഥ ദീൻറെ പഠിക്കുകയും യഥാർത്ഥ ദീൻറെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് സാധ്യമാവണു ചൊല്ലതേറ്റിക്കറ് ഈ ഒരു സന്ദർഭത്തിൽ നക്ക് നിങ്ങളുടെ ചൊല്ലുകൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസാക്കു തീരാണ്ട് സലഫിൽ അങ്ങ് എവിടും ചൊന്തില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസാക്കണു ഞങ്ങളെ ജീമത്തെ കാണയാറ് ഞങ്ങൾ പിർസാക്കണു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പൽക്കಂದ್ರೆ ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ അതേ ലോകത്തുള്ള എല്ലാവരെ കാണയാറ നിങ്ങളെ അബ്ബുമ്മരെ കാണയാറ നിങ്ങളെ മക്കളെ കാണയാറ അല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെ കാണയാറ നണ്ട് നിങ്ങൾ പിർസാക്കരോട് തോലു നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും മുഅ്മിനാവില്ല ചൊന്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുമ്പോൾ ആ ഹദീസ് പ്രാവർത്തികാക്കറങ്ങൈത്തിക്കറങ്ങ എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസാക്കണു ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു കൊടുക്കറു എങ്ങനെ നിങ്ങൾക്ക് അല്ലാഹുവിനെ പിർസബേണ നണ്ട് നിങ്ങൾ അനുസരിക്കറു നണ്ട് അനുസരിക്കുന്നതിൽ മാത്രമേ അല്ലാഹുവിനെ പിർസ നിങ്ങൾക്ക് കിട്ടേ അങ്ങനെ മാത്രമേ നിങ്ങൾ വിജയിക്കറങ്ങ അവിടെ ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പഠിപ്പാടി തണ്ടത് കാണ്ട് അങ്ങനെ സബലു അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നവിടെ നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നവിടെ നിൽക്കുകയും നബി ചൊല്ലാത്തത് ആക്കാണ്ടിക്കുകയും ഞങ്ങൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം എവിടെ ശിർക്ക് ഉണ്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടിറ അതുവേ ശിർക്ക് എവിടെ ബിദഅത്ത് ഉണ്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടിറ അതുവേ ബിദഅത്ത് ഏത് ഹലാൽ ഉണ്ട് പഠിപ്പാട്ടിറ അതേ ഹലാല് ഏത് ഹറാം ഉണ്ട് പഠിപ്പാട്ടിറ അതേ ഹറാം ഞങ്ങളെ ബുദ്ധി കൊണ്ട് ആലോചനാക്കിയിട്ട് ശിർക്കിനെ ബിദഅത്താക്കുക ബിദഅത്തിനെ ശിർക്കാക്കുക ഹലാലിനെ ഹറാമാക്കുക ഹറാമിനെ ഹലാലാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമില്ല ഞങ്ങൾക്കത് പാടില്ല ചൊല്ലതായിട്ടിക്കറ് ഗൗരവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ള വിഷയ ഞങ്ങളെ മേല് ശിർക്കാരോപണ ആക്കിற കൊറേ ആൾമാരുള്ളാർ അങ്ങ് അങ്ങനെ ബുദ്ധി കൊണ്ടിട്ട് ആലോചന ആക്കിയിട്ട് കൊറിയ എന്താക്കിയുള്ളാറ് അങ്ങ് ശിർക്കായാറ് അങ്ങ് മുഷ്രിക്കായാറ് ചൊന്തു ഒരു വിഭാഗ ആൾമാറ് ഇങ്ങനെ സലഫീൻറ്റു നോട് ചൊന്തു നടക്കിറല്ലാണ്ടെ യഥാർത്ഥമായ സലഫു സ്വാലിഹത്ത് മൻഹജു സലഫ് അങ്ങോട്ടിക്കില്ല എത്രമാ ദൂര പോയിടാർ ഞങ്ങളെ ചൊല്ലുന്ന മുഷ്രിക്കുണ്ട് ഞങ്ങൾ എന്തൊരു ചൊന്ന ഖുർആനും ഹദീസിലുള്ളത് മാത്രം ചൊല്ലി ആ ഞങ്ങളൊട്ടിಗೆ ഞങ്ങളെ വിഷയത്തിലെത്തിക്കുക എന്തൊരു ചൊല്ലേ ഞങ്ങൾ ശിർക്കാക്കിയങ്ങ അള്ളാഹുവിനെ മുട്ട ബണ്ട ഞങ്ങൾ തൗഹീദും പിടിച്ചോണ്ടെ ബണ്ട ആ സന്ദർഭത്തിൽ എന്തൊരു ഉണ്ടു നിങ്ങളൊട്ടിಗೆ ചൊല്ലതെറ്റിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുകയില്ല എടേടലി ഈ അഹ്ലെ ഹദീസിലെ ആലിമറങ്ങളെ വിളിച്ചിട്ട് സ്പീച്ച് ആക്കുകകളുണ്ട് കൊറിയ അഹ്ലെ ഹദീസിലെ വലിയ വലിയ ആലിമറങ്ങളെ വിളിച്ചിട്ട് എന്താക്കറേ ഹുതുബം അതേപോലെ സ്റ്റേജിൽ വിളിച്ചിട്ടും അല്ല ദപ്പാട്ടുകൊണ്ട് എന്ത് ഞങ്ങൾ നല്ല മനഹജിലെ ഉല്ലങ്ങാൻ ചൊന്തു ചൊല്ലുകൂ അങ്ങനെ പല്ലിലെ മുഞ്ഞാണ്ട് മൈക്കാലത്ത് എന്തായിത്ത് ഞങ്ങൾ ചൊല്ലത്ര കാണാൻ അപ്പറ ചൊന്തു ജിന്നര വിഷയ ഞങ്ങളെ ചൊല്ല അബ്ദുൽ അസീം മദനി ഞങ്ങൾ ചൊല്ലത് കാണാൻ അപ്പറ ചൊന്തു ಇಂಕ ಅಹ್ಲೆ ಹದೀಸುಮಾയിട്ട് ഒരു ബന്ധവും ഇല്ല വെറുതെയും നാട്ടക്ക എതിർಲು മാത്ര കാട്ടറി വേറെ ഒരു ബന്ധവും ഇല്ല ഇങ്ങോട്ടിക്ക് അപ്പോൾ ഏതായെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കുകയും സത്യത്തെ സത്യമായിട്ട് ഉൾക്കൊള്ളുകയും ബാത്തിലായിട്ട് കാട്ടുകയും ബാത്തിലായിട്ട് ಅದರ ಬಲ್ಚರಿಯೋகும் ನಂಗೆ ತೌಫೀಕ್ ತಂತ ಅನುಗ್ರಹಿಕಟ್ಟು ನಂಗಾಕೆ ತಪ್ಪರೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆല ನಂಗೆ ಮಾಫಾಕಿ ತರ್ട്ട് ഞങ്ങളെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള ആൾമാരെ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ട് ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ട് വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു